Hello everyone, this is Rakesh Sharma from Athyophilus Training College 2015 to 17 batch and 2017 to 19 batch. 2015 to 17 I did my B.Ed in Natural Science and 2017 to 19 I did my M.Ed in Higher Education. Now I have had a splendid journey during this particular period. 2015 I was chosen as a chairman of 60th College Union. There was a program called Spark also, which was an intercollegiate function where different teachers from different institutions used to come and showcase their teaching skills. There were a variety of programs that were actually conducted in our college, which actually molded me as a teacher. The leadership skills that I gained as a chairman of the particular institute, particularly with regard to the conduct of various programs, as well as the release of a college magazine, has been very much motivating for me to pull myself out of an introverted thought process. I became an extrovert because of the many training programs that were conducted in the institution, which primarily focused on bringing out the best in the teachers or in the individual prospective teachers. So each of the teacher comes out with the hope that they could actually better themselves with their skills. There were many extracurricular activities that were going on, but also curricular activities which focused on how to teach. The teaching pedagogical instructions were so much technically modulated that we could actually bring out the best in ourselves. Besides that, I did my M.Ed there, so the research wing in itself had a well thought out process and a very good support mechanism to help the research in a particular area of each and every other individual's thought process. So it was a nice experience for me overall. I would say that the extension programs that were conducted, the seminars that were conducted, there were webinars that were actually conducted during my period that I am staying. നമസ്കാരം, ഞാൻ ആരോമൽ ശ്രീകുമാർ. മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ 62ാം കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. രൂപപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റൊന്നായി ഒരാളെ പരുവപ്പെടുത്തൽ എന്നത് വലിയൊരു ടാസ്ക്കാണ്. നല്ല അധ്യാപകരായി രൂപപ്പെടുത്തിയെടുക്കൽ എന്നത് അതിനേക്കാൾ ക്ലേശകരവും. അറിവിൻ്റെ വെളിച്ചമേന്തി അതിൻ്റെ വാഹകരാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തമാക്കിയ 2 വർഷ കാലയളവിൻ്റെ കഥയാണ് ഞാനിന്ന് ഇവിടെ ഓർക്കുന്നത്. നല്ല അധ്യാപകരെന്നാൽ കലാകായിക ബൗദ്ധിക ഉണർവിൽ വിലസുന്നവരാകണം എന്ന ചിന്ത അപ്പാടെ ഞങ്ങളിൽ ആഴ്ന്നിറങ്ങിയ 2 വർഷങ്ങൾ. ഞങ്ങൾ ഓരോരുത്തരിലെയും സാഹിത്യവാസനകൾ തെളിഞ്ഞ ആർട്സ് ഫെസ്റ്റിവൽ, ശരീരം മറന്ന കായിക ലഹരിയുടെ മെയ്വഴക്കം ഓർത്തെടുത്ത് സ്പോർട്സ് ഡേ, അഭിനയത്തിൻ്റെയും ക്രിയാത്മകതയുടെയും പൊളിച്ചെഴുത്തുകൾ വാസന ആക്കിയ ഡ്രാമ, ആർട്സ് ആൻഡ് എസ്തെറ്റിക് ക്ലാസുകൾ, ഇവ ഓരോന്നും ഞങ്ങളെ മറ്റൊരാളാക്കി മാറ്റുകയായിരുന്നു. കൂട്ടായ്മയുടെയും കൂട്ട് ഉത്തരവാദിത്വത്തിൻ്റെയും നല്ല പാഠങ്ങൾ പഠിച്ച കോളേജ് യൂണിയൻ പ്രവർത്തനം എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരേ മനസ്സോടെ ആഘോഷമാക്കിയ ആർട്സ്, സ്പോർട്സ് ഡേ, സ്പാർക്സ്, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ, ടൂർ, ക്യാമ്പ് തുടങ്ങിയവ ഞങ്ങളെ നേതൃത്വ നിലകളിലേക്ക് എത്തിക്കുകയായിരുന്നു. അധ്യാപനം എന്ന വാക്കിന് പൂർണ്ണത നേടുത്തുന്ന B.Ed അനുഭവം, ഓരോ കഴിവിലേക്കുമുള്ള പരിശീലനങ്ങളാണ് ഞങ്ങളെ അതിലേക്ക് പ്രാപ്തരാക്കിയത്. ഡാൻസ്, പാട്ട്, അഭിനയം, കായികം, എഴുത്ത്, അധ്യാപനം തുടങ്ങിയ സർവോന്മുഖമായ ഒരു തരം പരിശീലനം അതായിരുന്നു മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. പ്രവർത്തനാടിസ്ഥിത ക്ലാസ് മുറികളിൽ എങ്ങനെയെല്ലാം ആകണം അധ്യാപനം എന്ന വലിയ പാഠങ്ങൾ പകർന്നു തന്ന മികച്ച പരിശീലനം നൽകി. പ്രത്യേക പരിഗണന വേണ്ടവരെ കൈകാര്യം ചെയ്യാൻ വേണ്ട പരിശീലനം അവരുടെ കെയർ ഹോമുകളിൽ ചെന്ന് കാണിച്ചു തന്നു. സ്റ്റുഡൻസിൻ്റെ വെൽഫെയറിനായി എങ്ങനെയൊക്കെ ആകണം എന്നത് എക്സ്പീരിയൻസ് ചെയ്യിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ ഞങ്ങളെ ഹയർ സ്റ്റഡീസിനും അധ്യാപന തൊഴിലിനും പ്രാപ്തരാക്കിയാണ് പടിയിറക്കിയത്. തിയോസ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സ്വാധീനം ചെറുതായിരുന്നില്ല.
മാർ തിയോഫിലസിൽ പഠിച്ച് സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ പയ്യൊപ്പ് പതിപ്പിച്ച അധ്യാപനത്തിലെ മികവ് കണ്ടെത്തിയവർ ഇവരുടെയൊക്കെ കണ്ടുമുട്ടലുകളും അനുഭവങ്ങളും പ്രതീക്ഷയുടെയും പ്രചോദനത്തിൻ്റെയും തുറന്നു കാട്ടുകയായിരുന്നു. നല്ലൊരു പഠനാന്തരീക്ഷമാണ് ഏതൊരു പഠന വ്യവസ്ഥയുടെയും അടിസ്ഥാനം. അത് ഒരു അധ്യാപന പരിശീലന കളരിയാകുമ്പോൾ വരും കാല മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സാങ്കേതിക മികവ് നേടിയിരിക്കണം. അത്തരമൊരു കാര്യത്തിൽ ഏറെ മികവ് പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കോളേജ് എന്നത് പറയാതിരിക്കാൻ വയ്യ. കേരള വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ സ്കൂളുകളെ ഹൈടെക് ആക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ ഞങ്ങളെ കോളേജ് പ്രാപ്തരാക്കിയിരുന്നു. ഡിജിറ്റൽ ബോർഡ്, പെന്ന്, പവർ പോയിന്റ് ഇൻ്ററാക്റ്റീവ് ബോർഡ്, പ്രൊജക്ടർ തുടങ്ങിയവയിലുള്ള കൈവഴക്കം ഇന്നത്തെ സ്കൂൾ സംവിധാനങ്ങളിൽ ഞങ്ങളെ പെർഫെക്റ്റാക്കി. ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നത് ഞങ്ങളെ അമ്പരിപ്പിച്ച ഒരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങളിൽ നിന്നാണ് ഈ സംവിധാനം തുടങ്ങിയത് തന്നെ. ഫിംഗർ പ്രിൻ്റ് വെച്ചുള്ള അറ്റൻഡൻസ് സംവിധാനമൊക്കെ തന്നെ ഞങ്ങളെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊത്ത് സഞ്ചരിക്കുന്നവരാക്കി. ക്യാമ്പസ് സെലക്ഷനിലൂടെ പ്ലേസ്മെൻറ്റ് നേടാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു അനുഭവമാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ രാഹുൽ രാജ്, മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ 63ാം കോളേജ് യൂണിയൻ. തമസിന്റെ കോട്ടകെട്ടും മനസ്സിന്റെ താഴ്വരയും ജ്വലിക്കുന്ന അഗ്നിനാളം പകരുവാൻ അനേകം അധ്യാപകരെ ലോകത്തിനു മുന്നിൽ സമ്മാനിച്ച ഒരു കലാലയത്തിന്റെ ഭാഗമാകുവാൻ എനിക്കും സാധിച്ചത് ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിന്റെ പാദസ്പർശമേറ്റ് ബദലിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലാണ് 2018-2020 കാലഘട്ടത്തിൽ ഞാനും എന്റെ BEd പരിശീലനം പൂർത്തിയാക്കുന്നത്. എന്റെ കലാലയത്തെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്റെ പ്രധാന അധ്യാപകരെയും ഒരു കൂട്ടം അധ്യാപകരെയുമാണ്. കേവലം പാഠപുസ്തകത്തിലെ വിദ്യാഭ്യാസത്തെക്കാളുപരി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ പരിശീലനം നൽകുന്ന ഒരു കൂട്ടം അധ്യാപകരെയാണ് എനിക്ക് എന്റെ കലാലയം സമ്മാനിച്ചത്. വിദ്യാർത്ഥികളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന നല്ലൊരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം നേടിയെടുക്കുവാൻ എന്റെ കലാലയം എന്നെ പ്രാപ്തനാക്കി. ഓരോ വിദ്യാർത്ഥിയുടെയും അഭിരുചിക്കനുസരിച്ച് കലാകായിക മേഖലയിൽ ഊന്നൽ നൽകിയുള്ള പരിശീലനമായിരുന്നു ഈ കലാലയം ഓരോ വിദ്യാർത്ഥികൾക്കും നൽകിയത്. സാങ്കേതിക വിദ്യകൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ഈ വിദ്യാഭ്യാസ കാലത്ത് എങ്ങനെ മികച്ച രീതിയിൽ അതിനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ പരിശീലനം ഈ കലാലയം ഓരോ അധ്യാപക വിദ്യാർത്ഥികൾക്കും നൽകി വരുന്നു. ഓരോ മത്സര പരീക്ഷകൾക്കും ഒരുപാട് സഹായകരമാകും വിധമായിരുന്നു ഓരോ അധ്യാപകരുടെയും അധ്യാപനം. 2018-2020 കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റി തലത്തിലും ഇന്റർ കോളേജിയറ്റ് തലത്തിലും അനേകം സമ്മാനങ്ങൾ കലാരംഗത്തിലും കായിക രംഗത്തിലും നേടുവാൻ സാധിച്ചതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. കേരളത്തിലെ അധ്യാപക വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച രംഗോത്സവം, ക്രസന്റോ മുതലായ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും ആദ്യ സ്ഥാനങ്ങളിൽ കോളേജിനെ എത്തിക്കുവാനും 63ാം ബാച്ചിന് സാധിക്കുകയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനാവശ്യമായ ക്ലാസുകളും സെമിനാറുകളും ഓൺലൈൻ കോൺഫറൻസുകളും നൽകി വരുന്നതായിരുന്നു ഈ കലാലയത്തിലെ മറ്റൊരു പ്രത്യേകത. പഠനത്തിന് ശേഷം പ്ലേസ്മെന്റ് നൽകി വരുന്നു എന്നുള്ളതാണ് മറ്റു കലാലയങ്ങളിൽ നിന്നും ഞങ്ങളുടെ കലാലയത്തെ വ്യത്യസ്തമാക്കുന്ന സവിശേഷത. സമൂഹത്തിലെ വിവിധ തട്ടുകളിൽ പ്രവർത്തിക്കുന്ന അനേകം നല്ല വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് തെയോസ. എല്ലാ വർഷവും തെയോസ മീറ്റിംഗ് കോളേജിൽ നടത്തി വരുന്നു. മറ്റു ബാച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി 63ാം കോളേജ് യൂണിയൻ അദ്വൈക്ക് വിവിധ തരത്തിലുള്ള പരിപാടികളും ക്യാമ്പുകളും വിനോദയാത്രയും സംഘടിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഒരുമയുടെ ഉയരങ്ങൾ എന്ന ആപ്തവാക്യത്തോടുകൂടി അദ്വയ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നു 63ാം ബാച്ച്. കോളേജിന്റെ ഓരോ ഇടങ്ങളിലും ഇന്നും 63ാം Hello all, I am Gayatri GS. I am a representative 63rd BEd batch of Mar Theophilus Training College, Nalanjara. It's a great honor for me to say that I was in charge of Arts Club Secretary for our college union. On behalf of our college union and with the wholehearted support of our college authorities, we have conducted so many events and programs in our college. Our college has provided us with good infrastructure facilities which helped us to enhance our curricular as well as co-curricular activities. Then the proper training and assessment sessions
from the college help us to secure good academic scores and to crack various competitive examinations. More than 80% of our batchmates have qualified the eligibility tests like NET, CATET, CTET, and SET. Also, more than 10 students joined for higher studies. Due to the pandemic situation and the lockdown restrictions, placement drive was not happened during our time at college. But even then, about 60% of our batchmates got placements in various institutions all over India and abroad. Then we got various training programs such as personality development training, then first aid and safety training, and we had a theatre workshop, then workshop on preparation of improvised teaching aids. We also got opportunity to interact with the special student, which was a memorable experience for us. Then so many prestigious events like Drishyam, short film festival for school students, Mahathir Plus Trophy for basketball, then Sparks reality show for prospective teachers. All these things happened during our college days, and all these events were a great success in terms of organization and participation. Then the alumni meet of the college, the Yosa Fest, was also conducted during those time, and we took part in it. And we also participated in the Theosa tour. Then we have participated in all Kerala Training College Youth Festival. Reng also held at Peak Memorial College, Mavelikara, and we were the first runners up. And we participated in Crescendo, the Inter Training College Fest at KNM Training College, and we were the title winners of that competition. And so many students from our college participated in various competitions held at other colleges and secured prizes. And so many eminent personalities were also visited our college during our time, like Myself, Roshni Esraj, AKNR College Union Chairperson during the academic year 2019-21. It's my great pleasure to share my experience about Mahathir Plus family at this moment. The college offers different services, teacher training programs, skill enhancement activities, and so on and so forth. To start with the counseling services, our teachers, being teacher educators, they are also wonderful counselors and also psychologists as well. They always care about our mental health and also cater our different psychological issues as well. The different talent hunts, arts festivals, co-curricular activities that is being conducted during our academic period was always helpful to enhance our skills and abilities to the maximum. The institution, which strongly believes in inclusive education, always gave importance to the specially able child as well. The blind, deaf students were always given their priorities in all academics and co-curricular activities as well. During our course completion, we were fortunate enough to find out the hidden talents and hidden abilities of ourselves, which later helped us to pursue which career we should choose. Our students were able to crack the different competitive exams like NET, SET, CATET, CTET. One of the striking features of Mahathir Plus family is that we care each other. We are connected through online, offline, and also we are connected to the alumni of the college as well. We were always trained to be a techno-pedagogue during our B.Ed course, but we are the batch, we always used the techno-pedagogical skills during our course completion. We did our classes, we attended our classes online, and we were also taking our teacher training or students training activities online only. To be noted that around 90% of my batch has already placed in different schools around the India and outside the India. Most cherishable memory I would recollect is about the annual 2 days that we conducted during the month of March 2020. We were able to visit Jaipur, Delhi and Agra, and it was one of the most wonderful experiences. In memory of our beloved sir, Laji sir and Joe sir, I bow down gratefully. Mahathir Plus is not the name of an institution. It's an emotion and it's the spirit of the entire Kyosa family. Thank you.